പ്രഘോഷണമാണെന്ന് നമുക്ക് പറയുവാനായി പറ്റട്ടെ. ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പള്ളി അങ്കണത്തിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അടിയുറച്ച ചിന്ത നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഉണ്ണീശോയെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ കരം പിടിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് ചെറുപ്പങ്ങൾ ഉണ്ണിമിശിഹായുടെ തിരുനാൾ ആഘോഷങ്ങളിൽ സന്തോഷത്തോടെ നമ്മൾ പങ്കുകൊണ്ടിരിക്കുന്നത്. ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ നമുക്കുള്ളതെല്ലാം മക്കളെ, കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കന്മാരെ എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന നിമിഷങ്ങളാണ്. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാം. ഈ രാത്രി നമുക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കളെയെല്ലാം ദൈവം അനുഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ ജനത്തോട് ആർദ്രത തോന്നിയ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നിർമ്മനസ്സോടെ ഹൃദയമൊരുകി ദൈവത്തെ വിളിക്കുന്ന ഒരു സമയമാണല്ലോ. ദൈവത്തെ കൂടാതെ മുന്നോട്ടൊരു യാത്രയില്ല എന്ന് പറയുന്ന, വിശ്വസിക്കുന്ന, ജീവിതക്രമം അനുവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ണീശോയുടെ മുന്നിൽ ഒന്നു ചേർന്നിരിക്കുന്നത്. ആദ്യ വെള്ളിയാഴ്ചകളിൽ ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം, നാനാജാതി മതസ്ഥരായ ആളുകൾ ഉണ്ണിമിശിഹായുടെ പക്കലെത്തി എണ്ണയൊഴിച്ച് തിരിതെളിച്ച് ജീവിതം തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് മുന്നേറുന്ന ഒരു വിശ്വാസ സമൂഹമാണല്ലോ. അനുഗ്രഹം സ്വന്തമാക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രിയാണിത്. 2025 നമ്മെ പിരിയുമ്പോൾ 2026 കാലെടുത്ത് വയ്ക്കുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ആരാധന സമർപ്പിച്ചുകൊണ്ട്, ദൈവനാമം ഉരുവിട്ടുകൊണ്ട് വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേരുന്ന സുന്ദരമായ ഒരു പ്രദക്ഷിണ വീതിയിലാണല്ലോ നമ്മളെല്ലാവരും. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഹൃദയപൂർവ്വം ഉണ്ണീശോയുടെ പക്കൽ സമർപ്പിക്കുവാൻ ഈ രാത്രി സാധിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് ഈ വർഷം അവസാനിപ്പിക്കാനും ദൈവത്തോട് ചേർന്ന് പുതിയ വർഷത്തെ പോകുവാനുമുള്ള ഒരു രാത്രിയായി ഈ 2025 ഡിസംബർ 31 മാസത്തെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയം ഉയർത്തി ദൈവത്തെ വിളിക്കാനുള്ള ഒരു രാത്രിയാണ്. എല്ലാ മക്കളെയും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളിലേക്കും കൃപ സമൃദ്ധമായി വർഷിക്കുന്ന ഉണ്ണീശോയുടെ മണ്ണിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുപ്പങ്കൽ പള്ളിയിലെത്തി ഉണ്ണിമിശിഹായുടെ വലിയ കൃപകൾ സ്വന്തമാക്കി മടങ്ങുന്ന അനേകരുണ്ട്. നാനാജാതി മതസ്ഥരായ ആളുകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേരുന്നു. അതുപോലെ തന്നെ വിശ്വാസത്തോടെ ഈ മണ്ണിലെത്തി ഉണ്ണീശോയ്ക്ക് ജീവിതം സമർപ്പിച്ച് മടങ്ങുന്ന അനേകായിരങ്ങൾ വലിയ കാര്യമാണല്ലോ. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ദൈവത്തെ കൂടാതെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മുന്നോട്ട് പോകുന്ന ഒരു ജന
ഉണ്ണിമിശിഹായെ സമർപ്പിച്ചതുപോലെ ഉണ്ണിമിശിഹായുടെ ദർശനത്തിന് നാളിൽ ഓരോ മാതാപിതാക്കളും സമർപ്പിക്കേണ്ട രാത്രിയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കേണ്ട രാത്രിയാണ്. ഈ രാത്രിയിൽ ഹൃദയം തുറന്ന മക്കളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തിന്റെ സമ്മാനമാണ്, ദൈവത്തിന്റെ ദാനമാണ് ഓരോ മക്കളും എന്ന വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ കരുത്തോടെ ജീവിതത്തെ കണ്ടുമുട്ടാനുള്ള ശക്തിയും കൃപയും ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന നിലവിളി ഉയരട്ടെ. ഉണ്ണിമിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണിമിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണ്ണിമിശിഹായെ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഈ ദേവാലയ അങ്കണം ഭക്തി നിർഭരമായ പ്രാർത്ഥനയാൽ മുഖരിതമായിരിക്കുകയാണല്ലോ. ഓരോ ഹൃദയങ്ങളും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഈ രാത്രിയിൽ 2025 അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ, 2026 എന്ന പുതിയ വർഷത്തെ പുലുകുവാൻ ഒരുങ്ങുമ്പോൾ ഓരോ കുടുംബങ്ങളെയും ദൈവം സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ തമ്പുരാന് ഈ ജനസഞ്ചയുടെ കുടുംബത്തിന്റെ മേൽ പറന്നിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന ഉണ്ണിമിശിഹായുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടാകട്ടെ, ഓരോ വ്യക്തികളുടെ മേലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രദക്ഷിണത്തിൽ ഭക്തിയോടെ പങ്കുചേരണം. ചെറിയ ദേവാലയത്തിലൂടെ കടന്ന് ഇപ്പോൾ അതിമനോഹരമായ നമ്മുടെ കൊറോണ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഇപ്പോൾ പ്രദക്ഷിണ വീതിയിലൂടെ പ്രാർത്ഥന നിർഭരമായി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസ്വരൂപങ്ങൾ സംഭവിച്ചുകൊണ്ട് വിശുദ്ധരുടെയും മാലാഖമാരുടെയും തിരുസ്വരൂപങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണിമിശിഹായുടെ തിരുസ്വരൂപവും സംഭവിച്ചുകൊണ്ടുള്ള അതിഭക്തി നിർഭരമായ പ്രാർത്ഥനാ നിർഭരമായ വാദ്യപുരാൻ ഇവിടെ സമ്മേളിച്ചു. ദൈവത്തെ ഉണ്ണിമിശിഹായെ സ്വന്തമാക്കിയവരാണ് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ മക്കളെയും ഉണ്ണിമിശിഹ കടത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരമായിരിക്കാം. ഓരോ മക്കളെയും ഓരോ കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കുന്ന രാത്രിയുടെ പുണ്യനിമിഷമാണ്. ഈ രാത്രിയെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. ഭക്തന്മാർ നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ
അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ക്ലേശിക്കുന്ന ദമ്പതിമാരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണ്ടേ. സാമ്പത്തികമായ ക്ലേശങ്ങളിൽ വിഷമിക്കുന്ന അനേകം മക്കൾ ചുറ്റുവട്ടമുള്ളപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. വിവിധ രോഗങ്ങളാൽ വലയുന്ന അനേകം മക്കൾ നമ്മുടെ സമീപത്തുണ്ട്, നമ്മുടെ ആശുപത്രികളിലുണ്ട്, അനാഥാലയങ്ങളിലുണ്ട്. വാർദ്ധക്യ സഹജമായ വേദനകളിൽ കടന്നു പോകുന്ന മക്കളുണ്ട്. കുടുംബ പ്രതിസന്ധികളുമായി നടന്നു നീക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അതിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ രാത്രിയിൽ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ പ്രദക്ഷിണ വീതിയിൽ നമുക്ക് പറ്റുന്നവർക്കെല്ലാം പങ്കാളികളായി മാറാം. ഇത് കാഴ്ച കണ്ടു നിൽക്കാനുള്ള ഒരവസരമല്ല, അതിനപ്പുറമായി ദൈവാനുഗ്രഹം ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവസരമാണ്. പറ്റുന്നവരൊക്കെ പ്രദക്ഷിണ വീതിയിലൂടെ ശാന്തമായി